ബുഖാരി ഉദ്ധരിച്ച ഒരു റിപ്പോർട്ടിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, കൂനൂ റബ്ബാനിയീന ഹുലമാ ഫുഖഹാ, വിവേകവും പാണ്ഡിത്യവും പകർന്നു കൊടുത്തുകൊണ്ടുള്ള റബ്ബാനികളാകണം നിങ്ങൾ. റബ്ബാനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ജനങ്ങൾക്ക് തർബിയത്ത് കൊടുക്കുന്ന, നല്ല ശിക്ഷണം നൽകിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവരുന്ന, വലിയ ഇൽമ് പഠിപ്പിക്കുന്നതിന് മുമ്പ് ചെറിയ ഇൽമ് പഠിപ്പിച്ചു കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരുന്ന അവസ്ഥയാണ്. അങ്ങനത്തെ ആളുകളാണ്. അത്തരം ആളുകളാകണമെന്ന്. ആളുകളെ കൺഫ്യൂഷൻ ആക്കുകയല്ല, ആളുകൾക്ക് ചെറിയ ചെറിയ ഇൽമുകളൊക്കെ കൊടുത്ത് അവരെ പഠിപ്പിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരണം, തർബിയത്ത് കൊടുത്ത് വളർത്തിക്കൊണ്ടുവരണം. എന്നിട്ട് വലിയ വിഷയങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകണം. ആ രൂപത്തിലേക്ക് ഒരാളെ എത്തിക്കണമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇന്ന് ആ രൂപത്തിലാണോ നമ്മുടെ നാട്ടിലൊക്കെ ചർച്ചകൾ നടക്കുന്നത്? ജനങ്ങളുടെ ഇടയിലേക്കൊക്കെ, ആളുകൾക്കിടയിൽ വലിയ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ എടുത്തിട്ട് കൊണ്ട് ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും തർക്കിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് നൈസാബൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ക്ലാസ് എടുക്കാൻ പോവുക. വലിയ പണ്ഡിതനാ, അവിടെയുള്ള വലിയ പണ്ഡിതനാ. നൈസാബൂർ എന്ന് പറയുന്ന സ്ഥലം ഇമാം മുസ്ലിമിന്റെ നാടാ. ഇമാം ബുഖാരിയുടെ ശിഷ്യനാണ് ഇമാം മുസ്ലിം. അപ്പൊ അവിടെ മുഹമ്മദ് ബിൻ യഹ്യ ദുഖ്ലി എന്ന് പറയുന്ന വലിയ പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ പോയിട്ട് പറയാണ്, ഇമാം ബുഖാരി ഇവിടെ നൈസാബൂറിൽ ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട്, അദ്ദേഹത്തിന് ഖുർആൻ സൃഷ്ടിയാണ് എന്നുള്ളൊരു വാദമുണ്ട്, അതുകൊണ്ട് ആ ക്ലാസ് ഇവിടെ എടുപ്പിച്ചാൽ നന്നാകുമെന്നാ ചോദ്യം. എന്താ മുഹമ്മദ് ബിൻ യഹ്യ ദുഖ്ലി അദ്ദേഹത്തിനോട് പറയണ മറുപടി? അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ആലിമാണ്, എല്ലാവരും അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് ഇൽമെടുക്കണം, പക്ഷെ ആരും തന്നെ ഈ ഒരു വിഷയം അദ്ദേഹത്തോട് ചോദിക്കരുത് എന്ന്. ഖുർആൻ സൃഷ്ടിയാണോ അല്ലേ എന്നുള്ള വിഷയം അവിടെ ചർച്ച വേണ്ട, ആ വിഷയം ചോദിക്കരുത് എന്ന്. എന്തേ കാരണം? സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് തിരിയൂല. ഒരു പക്ഷേ സൃഷ്ടിയാണ് സൃഷ്ടിയല്ല എന്നൊക്കെ പറയുമ്പോൾ മുഅ്തസിലിയാക്കളുടെയും അഹ്ലുസുന്നത്തിന്റെയും ഒക്കെ അഖീദ വിഷയത്തിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ചെറിയ ആളുകൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഈ തർക്കമിടണ്ട എന്നുള്ളതാണ് അതിന്റെ താല്പര്യം. ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് മനസ്സിലാകില്ല, അവർക്ക് മനസ്സിലാകുന്ന വിഷയങ്ങൾ പഠിപ്പിക്കണം എന്ന് പണ്ഡിതന്മാരേറെ ചർച്ച ചെയ്തത് അദ്ദേഹത്തിന്റെ ഈ ഒരു മറുപടി. പക്ഷെ പിന്നീട് ആ വിഷയം ചോദിക്കുകയും അത് വലിയ ഫിത്നയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു. അത് വേറെ ഒരു വിഷയമാണ്, നമ്മളുടെ വിഷയമല്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ സഹോദരങ്ങളെ, അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ധൃതി കാണിച്ചുകൊണ്ട് അഖീദാപരമായിട്ടുള്ള വിഷയങ്ങളും മറ്റുമൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ വ്യതിയാനത്തിൽ അകപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് സൂക്ഷ്മത കാണിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഇൽമ്. അത് അനന്തരം എടുക്കുക എന്ന് പറയുന്നത്.